ഇസ്ഫഹാൻ ആണവ കേന്ദ്രം ആക്രമിക്കരുതെന്ന് IAEA ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടു. ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയാണ് UN സഭയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന IAEA. ലോകത്താകമാനമുള്ള ആണവായുധവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പഠിക്കുകയും അതിൻ്റെ നാശനഷ്ടത്തെക്കുറിച്ചും മറ്റും വിവരം UN സഭയിൽ സമർപ്പിക്കുകയും ചെയ്യുന്ന സംഘടനയാണ്. രണ്ടാം ലോക യുദ്ധത്തിന് ശേഷമാണ് അവർ രൂപീകരിക്കപ്പെട്ടത്. അവരിപ്പോൾ പറയുന്ന കാര്യം ഇങ്ങനെയാണ്. അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഇതിന് മുൻപ് ഇറാനെക്കുറിച്ച് പറഞ്ഞിരുന്നു. അവിടെ ഏറെക്കുറെ ആണവായുധം പൂർത്തീകരിക്കുന്നിടത്തേക്ക് അവർ എത്തിയിട്ടുണ്ട് എന്നുള്ള പരാമർശങ്ങൾ നടത്തിയത് IAEA ആണ്. ഇപ്പോൾ അവർ പറയുന്നു അത്തരം മേഖല ആക്രമിച്ചാൽ വലിയ രീതിയിലുള്ള ദുരന്തം രാജ്യത്തിന് പുറത്തും ഉണ്ടാകും എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് മറ്റ് രാഷ്ട്രങ്ങൾ ജോലി ചെയ്യുന്നുണ്ട്. 200-ലധികം റഷ്യക്കാർ IAEA ഇവിടെ ആണവായുധ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാനിൽ ജോലി ചെയ്യുന്നുണ്ട് എന്ന് ഇതിന് മുൻപ് തന്നെ റഷ്യ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ മേഖല ആക്രമിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് വളരെ ശ്രദ്ധ വേണം എന്നുള്ള ഒരു രീതിയിലാണ് ഈ ബൈഡൻ ഈ വിഷയം, റഷ്യയുടെ പ്രസിഡന്റ് പുടിൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചത്. ഇപ്പോൾ IAEA തന്നെ പറയുന്നു ഇത് വലിയ രീതിയിലുള്ള ദുരന്തം ഉണ്ടാക്കും, രാജ്യത്തിന് പുറത്തും ഉണ്ടാക്കും. അതിനാൽ ആ അക്രമത്തിൽ നിന്ന് പിന്മാറണം എന്ന തരത്തിലാണ്. എത്രത്തോളം ഇത് ഇസ്രായേൽ ഉൾക്കൊള്ളും എന്നതിനെക്കുറിച്ചുള്ള ഒരു രൂപം ഇപ്പോൾ ഉണ്ടായിട്ടില്ല. എന്നാൽ അതിൻ്റെ മറ്റൊരു ഭാഗം പറയുന്നത് വല്ല കാരണവശാലോ ഇതിനൊരു ചോർച്ച ഉണ്ടാകുന്ന സാഹചര്യവും അതോടൊപ്പം തന്നെ ഇതിൽ ജോലി ചെയ്യുന്ന റഷ്യക്കാരെ പോലെയുള്ള വിദേശ രാജ്യങ്ങളുടെ ആളുകൾ മരണപ്പെടുകയും ചെയ്യുമ്പോൾ ഇതൊരു വലിയ യുദ്ധത്തിലേക്ക്, അതായത് റഷ്യ ഇസ്രായേലിനെതിരെ യുദ്ധം നയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറാനുള്ള സാധ്യതകൾ വിലയിരുത്തുന്നു. കാര്യമെന്ന് പറയുന്നത് ഇറാന് നേരെ ഇസ്രായേൽ നടത്തിയിരിക്കുന്ന ആക്രമണത്തെ ഇവർ വളരെ ശക്തമായ ഭാഷയിൽ തന്നെയാണ് അപലപിച്ചത്. ഒരു അമേരിക്ക മാത്രമാണ് കൃത്യമായ രീതിയിൽ അതിനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. പരമാവധി രാഷ്ട്രങ്ങളൊക്കെ ഇതിനെ എതിർത്തുകൊണ്ട് പറഞ്ഞു ഈ ഒരു പ്രവർത്തനം ഒരു ഭീകര പ്രവർത്തനത്തിന് തുല്യമായിരിക്കുന്ന രീതിയാണ് ഇസ്രായേൽ ഇറാനിൽ ചെയ്തത്. മാത്രവുമല്ല, അവരുടെ ആ രാജ്യത്തിൻ്റെ അഭിമാനമായിരിക്കുന്ന മേഖല, അവരുടെ സുരക്ഷിതമായിരിക്കുന്ന മേഖല, അവരുടെ നയതന്ത്രമായിരിക്കുന്ന മേഖലയെല്ലാം ആക്രമിക്കുക എന്ന് പറയുന്നത് ഒരിക്കൽ ന്യായീകരിക്കാൻ വേണ്ടി സാധിക്കില്ല. ഇതിന് മുൻപ് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചിട്ടില്ല, പിന്നെ എന്തിനാണ് തിരിച്ചടി എന്ന രീതിയിൽ അവർ ആക്രമിക്കുന്നത്? അങ്ങനെ പോകുന്ന ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. അപ്പോൾ ആണവ നിലയുമായി ബന്ധപ്പെട്ട കാര്യം ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ വലിയ ദുരന്തം ഉണ്ടാവുമെന്നുള്ള IAEAയുടെ മുന്നറിയിപ്പ് അവഗണിച്ചുകൊണ്ട് ഇസ്രായേൽ ആക്രമിച്ചാൽ ഒരു പക്ഷേ അതിൻ്റെ ദുരന്തത്തിൻ്റെ ഉത്തരം കൂടി ഇസ്രായേൽ പറയേണ്ടി വരും. അപ്പോൾ അതിനും കൂടിയുള്ള പ്രയാസം ഇസ്രായേൽ അനുഭവിക്കേണ്ടി വരും എന്നുള്ള ഒരു സൂചനയാണ് ഇപ്പോൾ റഷ്യയുടെ പത്രങ്ങളും ഇറാൻ്റെ പത്രങ്ങളും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. കൃത്യമായിരിക്കുന്ന മുന്നറിയിപ്പ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടും അത് അവഗണിച്ചുകൊണ്ടുള്ള ആക്രമണ രീതിയാണ് ഇസ്രായേൽ തുടരുന്നത് എങ്കിൽ അതിൻ്റെ തിക്തഫലം അവർ തന്നെ അനുഭവിക്കേണ്ടി വരും. ഇപ്പോൾ തന്നെ മിസൈലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെ പ്രതിരോധിക്കാൻ സാധിക്കാത്ത വിധം വിഷണ്ണമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇസ്രായേലിൻ്റെ അകത്തുള്ളത്. അതോടനുബന്ധിച്ച് ഇത്തരം ഒരു ദുരന്തം ഉണ്ടാവുകയും അതുമായി ബന്ധപ്പെട്ട് മരണം ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇസ്രായേലിന് അതിന് സാരമായിട്ട് ബാധിക്കുമെന്ന് മാത്രമല്ല, അവരുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും എന്ന് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉറപ്പായ രീതിയിലാണ് അവരുടെ പത്രത്തിലുള്ള അഭിമുഖങ്ങളുടെ റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ വളരെ സൂക്ഷ്മതയോടും ശ്രദ്ധയോടും കൂടി കൈകാര്യം ചെയ്യേണ്ട പല മേഖലകളും അശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുന്ന, നശിപ്പിക്കുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് ഇസ്രായേൽ ചെയ്യുന്നത്. അതിൻ്റെ തിക്തഫലം ഇസ്രായേലിന് നേരെ തിരിച്ചടി ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ തന്നെ ഇറാനോടൊപ്പം ചേരാൻ വേണ്ടി മറ്റുള്ള പ്രോക്സി വിഭാഗങ്ങൾ ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതും ഏകോപനത്തോടു കൂടിയ ഒരു ആക്രമണം എപ്പോഴും ഇസ്രായേലിന് നേരെ പ്രതീക്ഷിക്കാം എന്ന തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു. വലിയ രീതിയിലുള്ള പിന്തുണ ലോകാടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇസ്രായേൽ കിട്ടിക്കൊണ്ടിരിക്കുന്നു. നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേൽ മറ്റു രാജ്യത്തോടും സഹായം ആവശ്യപ്പെട്ടിട്ടില്ല. ആയുധപരമായിരിക്കുന്ന സഹായങ്ങൾ അവർക്ക് മറ്റേതെങ്കിലും രാജ്യങ്ങൾ നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരം പുറത്തു വന്നിട്ടില്ല. ചൈന ആയുധം നൽകിയിട്ടുണ്ടെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അത് രണ്ട് രാജ്യം സ്ഥിരീകരിക്കാത്ത സ്ഥിതിക്ക് അതിൻ്റെ പൂർണ്ണതമായിരിക്കുന്ന വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. അതേപോലെ തന്നെ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം ഏത് തരത്തിലാണ് ഇസ്രായേലിനെ സഹായിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് അവർ പറയുന്നത്. ഇറാനെ സഹായിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഇറാൻ തങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നൽകാൻ ഞങ്ങൾ തയ്യാറാണ്. അങ്ങനെ പറയുന്ന സമയത്ത് അവിടെ വിഷയം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ ഇറാനിൽ പരമാവധി ആയുധങ്ങളെല്ലാം ഉണ്ട് എന്ന തരത്തിലാണ്. അപ്പോൾ ഈ ആയുധങ്ങളൊക്കെ അവരുടെ കൈവശത്തിലുണ്ട് എന്നുള്ളതും അതിനനുസരിച്ചുള്ള
പ്രതികരണങ്ങൾ അവരുടെ ഭാഗത്ത് ഉണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ആയുധ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊന്നും ഇപ്പം നിലവിൽ ഇറാന് ആവശ്യമില്ല. ഉണ്ടാവുന്ന സമയത്ത് അവർ ആവശ്യപ്പെട്ടാൽ ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണ് എന്ന തരത്തിലാണ് യഥാർത്ഥത്തിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം റഷ്യ പറഞ്ഞു വെക്കുന്നത്.